അല്ല അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത്? ആ വീട്ടിലായാലും പോണത് ഷൗക്കത്തിൻ്റെ പ്രദേശമൊക്കെ അപ്പുറത്ത് താമസിക്കേണ്ട. അവിടെ ഒന്നും ഷൗക്കത്ത് പോയിട്ടില്ലല്ലോ. ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. എത്ര പേരുടെ വീട്ടിൽ ഷൗക്കത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാർ അവരെയൊക്കെ അവിടെ ഷൗക്കത്ത് പോകണം. വി വി പ്രകാശിൻ്റെ വീട്ടിൽ എന്തിനാ ഷൗക്കത്ത് പോകണം? അത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതൊന്നും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട എവിടെ പോകണമെന്ന്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി കേട്ടോ. ഇതിൽ പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യമൊന്നുമില്ല. ശ്രീ വി വി പ്രകാശും ഞാനും വളരെ അടുത്ത വ്യക്തിബന്ധമുള്ളവരായിരുന്നു ദീർഘകാലമായി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം വിട പറയുന്നത് വരെ ആ ബന്ധത്തിന് ഒരു തരത്തിലുള്ള ഉലച്ചിലും ഉണ്ടായിരുന്നില്ല. വളരെ സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. എന്ന് മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന് ഒരു സവിശേഷമായ ശൈലിയുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അകത്ത് പ്രകാശേട്ടൻ്റെ ഭാര്യയുമായി സംസാരിക്കുമ്പോൾ ആദ്യമായി പരിചയപ്പെട്ട അനുഭവങ്ങൾ പറയുകയായിരുന്നു. ആദ്യമായി പ്രകാശേട്ടൻ്റെ ഭാര്യയെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു KSRTC ബസ്സിൽ വെച്ചാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇടക്കര കഴിഞ്ഞാൽ പാലുണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് ഞാനൊരു KSRTC ബസ്സിൽ കയറി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ തൊട്ട് മുന്നിലെ സീറ്റിൽ അദ്ദേഹവും ഭാര്യയും, അന്ന് മൂത്ത മോളാണ് നന്ദന, മൂത്ത മോളുമാണ് ഉണ്ടായിരുന്നത്. അവർ കോഴിക്കോടേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ആ KSRTC ബസ്സിൽ വെച്ചാണ് അദ്ദേഹം വൈഫിനെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഓർമ്മിക്കുകയായിരുന്നു, കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന നേതൃത്വത്തിലൊക്കെ ഉള്ള ഒരു നേതാവ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ സംസ്ഥാന ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന ആളാണ്. പിന്നീട് DCC പ്രസിഡൻ്റൊക്കെ ആയി. അപ്പോൾ ഞാൻ പരിചയപ്പെടുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അന്നും അദ്ദേഹം കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നേതാവാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനമൊക്കെ വഹിച്ച് അത് കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നേതാവായിരിക്കുന്നു. അങ്ങനെ ഒരു നേതാവിനെ KSRTC ബസ്സിൽ വെച്ച് കേരളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല സാധാരണഗതിയിൽ. അപൂർവം ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ ആരെയും ഇകഴ്ത്താൻ ഉദ്ദേശിക്കുന്നതല്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അറിയപ്പെടുന്ന ആ നിലയിലുള്ളൊരു നേതാവിനെ KSRTC ബസ്സിൽ കുടുംബസമേത യാത്ര ചെയ്യുന്നത് ഞാൻ കാണുന്നത് ആദ്യമായി. അപ്പോൾ അതൊരു സൂചനയാണ്, അല്ലെങ്കിൽ അതൊരു അടയാളമാണ്. അപ്പോൾ അങ്ങനെയുള്ള ലാളിത്യവും സത്യസന്ധതയും സൗമ്യമായ പെരുമാറ്റവും എല്ലാം ഉണ്ടായിരുന്ന വ്യത്യസ്തനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. വ്യത്യസ്ത പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്തും ആ നിലയിൽ പരസ്പര ബഹുമാനം എല്ലാ കാലത്തും പുലർത്തിയിരുന്നു. വേറെയും വ്യക്തിപരമായ ചില അടുത്ത ബന്ധങ്ങളും അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ട്. അത് ഞാനിപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇവിടെ അടുത്ത് മറ്റ് ചില പരിപാടികൾ, ഇന്ന് ഞങ്ങളുടെ കുടുംബസംഗമമായിരുന്നു, മഹാകുടുംബസംഗമമായിരുന്നു. അതും വേറെ ആളുകളെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് വന്നപ്പോൾ പ്രകാശേട്ടൻ്റെ ഭാര്യയും മകളെയും ഒക്കെ ഒന്ന് സന്ദർശിക്കാം, സൗഹൃദം പുതുക്കാം എന്ന് കരുതി വന്നതാണ്. അങ്ങനെ വന്നു മടങ്ങാൻ.